കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുടെ പേരിൽ പ്രതിരോധത്തിൽ. നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചതായും ഒരു യുവതിയും അവരുടെ ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ വിവാദം ആളിക്കത്തിയത്. DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. വടകരയിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെയും പ്രതിഷേധം ഉണ്ടായി. ഒരു യുവതിയും അവരുടെ ഗർഭസ്ഥ ശിശുവിനെയും ക്രൂരമായി കൊല്ലുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയാണ് പ്രധാനമായും പുറത്തു വന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും രാഹുലിനെതിരെ ജനരോക്ഷമുയർത്തുകയും ചെയ്തു. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വയമേധ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കമ്മീഷൻ ഡയറക്ടറെ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തി. റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി അറിയിച്ചു. ഇതുകൂടാതെ എറണാകുളത്തെ ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം നടത്താൻ ബാലാവകാശ കമ്മീഷൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. പരാതി ഗൗരവമുള്ളതാണെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. നടി റിനി ആൻ ജോർജ്, എഴുത്തുകാരി ഹണി ഭാസ്കരൻ, ട്രാൻസ്ജെൻഡർ അവന്തിക എന്നിവരടക്കമുള്ളവർ പരസ്യമായി രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുമായി കൂടുതൽ പേർ രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ആരോപണങ്ങൾ ശക്തമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. എത്ര സമ്മർദ്ദമുണ്ടായാലും രാജി ആവശ്യപ്പെടില്ലെന്ന് KPC അധ്യക്ഷൻ VT സതീശൻ വ്യക്തമാക്കി. എന്നാൽ ഒരു കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ചെങ്കിലും തൽക്കാലം രാഹുലിനെ സംരക്ഷിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. AIC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. പാർട്ടിക്കോ പോലീസിനോ ഔദ്യോഗികമായി പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തിന് രാജിയെന്ന് അവർ ചോദിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും ചില നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. രാഹുൽ അതിജീവികൾക്കെതിരെ സംസാരിക്കുമെന്നും ചില കോൺഗ്രസ് നേതാക്കളുടെ സമാനമായ കഥകൾ പുറത്തുവിടുമെന്നും വിവരം ലഭിച്ചതോടെയാണ് ഇത്. രാഹുലിന്റെ കൈവശം മറ്റ് ചില നേതാക്കൾക്കെതിരെയും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നാണ് വിവരം. ഈ തെളിവുകൾ ഉപയോഗിച്ച് രാജി ആവശ്യത്തെ പ്രതിരോധിക്കാനാണ് VT സതീശൻ, രാഹുൽ, ഷാഫി പറമ്പിൽ സംഘത്തിന്റെ തീരുമാനമെന്നും സൂചനകളുണ്ട്. TN പ്രതാപനെ പോലുള്ള ചില നേതാക്കൾ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകർ കളങ്കരഹിതരാകണമെന്നും പരാതികൾ ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജനവികാരം കോൺഗ്രസിനെതിരാണെന്നും രാഹുൽ രാജിവെക്കുന്നതാകും ഉചിതമെന്നും അദ്ദേഹം നിലപാടെടുത്തു. കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. മാധ്യമ പ്രവർത്തകരോട് താൻ നേരിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ഈ കേസിൽ ഔദ്യോഗിക പരാതികളില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം തടിയൂരാൻ ശ്രമിക്കുമ്പോൾ അതിജീവിതർക്ക് നീതി ലഭിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വനിതാ കമ്മീഷന്റെയും ബാലാവകാശ കമ്മീഷന്റെയും നിലപാടുകൾ കേസിൽ നിർണായകമാകും.